പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബജറ്റ് പ്രസന്റേഷൻ ആൻഡ് ബിൽസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റോൾ ഓഫ് ലെജിസ്ലേച്ചർ എന്നാണ്. ഇതിൽ നമ്മൾ ബജറ്റിന്റെ പ്രസന്റേഷനും ബില്ലിന്റെ പ്രസന്റേഷനെ കുറിച്ചാണ്. ബജറ്റ് പ്രസന്റേഷൻ, ആദ്യം ബജറ്റ് പ്രസന്റേഷനിൽ ആദ്യം നടക്കുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് സ്പീച്ച് ആണ്. ഫിനാൻസ് മിനിസ്റ്റർ ആണ് ബജറ്റ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നത്. പ്രസന്റേഷൻ ഇൻ ലോക്സഭ. When the budget is presented in the Lok Sabha, the finance minister delivers detailed speech outlining the proposal for the new financial year. ബജറ്റ് പ്രസന്റേഷനിൽ ലോക്സഭയിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രപ്പോസലിന്റെ ഔട്ട്ലൈൻ എല്ലാം എന്ത് ചെയ്യും, ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്യും. അതുപോലെ തന്നെ പോളിസി ഡോക്യുമെന്റ്. ദ ബജറ്റ് സ്പീച്ച് ഈസ് നോട്ട് മെയർലി എൻ അക്കൗണ്ട് ഓഫ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് എ ലാർജ്ലി പോളിസി ഡോക്യുമെന്റ്. ഇത് ലാർജ് ആയിട്ട് ഒരു പോളിസി ഡോക്യുമെന്റ് ആണ്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ വേരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാം ദ ഗവൺമെന്റ് ഇന്റൻസ് ടു ഇംപ്ലിമെന്റ്, സെറ്റിംഗ് ദ ടോൺ ഫോർ ദ ഫിസിക്കൽ സ്ട്രാറ്റജി ഓഫ് ദ അപ്കമിംഗ് ഇയർ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഫിസിക്കൽ സ്ട്രാറ്റജിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേരിയസ് പോളിസി പ്രോഗ്രാം, എന്തിനുള്ള ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേരിയസ് പോളിസി പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് എല്ലാം ഈ പ്രസന്റേഷനിൽ ഉണ്ടായിരിക്കും. ട്രാൻസ്മിഷൻ ടു രാജ്യസഭ. Immediately after the speech in the Lok Sabha, ലോക്സഭയിലെ സ്പീച്ചിന് ശേഷം the budget is laid on the table of the രാജ്യസഭ. രാജ്യസഭയുടെ ടേബിളിന് മുന്നിൽ വെക്കും. No discussion occurs on the day of presentation. പ്രസന്റേഷൻ ഡേന്റെ എന്നാണോ പ്രസന്റ് ചെയ്യുന്നത് ആ പ്രസന്റ് ചെയ്യുന്ന അന്ന് ഇതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനും ലോക്സഭയിലോ രാജ്യസഭയിലോ ഉണ്ടായിരിക്കില്ല. As soon as finance minister begin reading the speech, 5 copies are provided to the secretary general ലോക്സഭ. ഫിനാൻസ് മിനിസ്റ്റർ ഇത് പ്രസന്റ് ചെയ്യാൻ തുടങ്ങുന്നതോട് കൂടി തന്നെ 5 കോപ്പി സെക്രട്ടറി ജനറൽ ലോക്സഭയ്ക്ക് നൽകും ഫ്രം ദ ഒഫീഷ്യൽ ഗാലറി. ദിസ് എൻഷുർ ദാറ്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് പാർലമെന്ററി അഡ്മിനിസ്ട്രേഷൻ ഹാവ് എൻ ഇമ്മീഡിയറ്റ് റെക്കോർഡ് ഓഫ് ദ സ്പീച്ച്. പാർലമെന്ററി അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഇമ്മീഡിയറ്റ് റെക്കോർഡ് ഓഫ് സ്പീച്ച് എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജനറൽ ഡിസ്കഷൻ ഓൺ ദ ബജറ്റ്, ഷെഡ്യൂളിംഗ് ആൻഡ് ദ സ്കോപ്പ്. ബജറ്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ നടക്കേണ്ടതുണ്ട്. ഷെഡ്യൂളിംഗ് ആൻഡ് ദ സ്കോപ്പ്. ആദ്യം എന്ത് ചെയ്യണം, സെറ്റിംഗ് ദ ഡേറ്റ്. ദ മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് in consultation with the Minister of Finance fixes the date of general discussion on the budget. ബഡ്ജറ്റിന്മേലുള്ള ഡിസ്കഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്യും. ദി ഡിസ്കഷൻ ആഫ്റ്റർ ദ ബജറ്റ് പ്രസന്റേഷൻ ഡേ. ബജറ്റ് പ്രസന്റേഷൻ ഡേക്ക് ശേഷമാണ് അതിന്റെ ഡിസ്കഷൻ നടക്കുക. നേച്ചർ ഓഫ് ഡിസ്കഷൻ. ഡ്യൂറിംഗ് ദിസ് സെഷൻ ദ ഹൗസ് ഈസ് ഫ്രീ ടു ഡിസ്കസ് ദ ബജറ്റ് ആസ് എ whole or to address any question of principle related to it. Our no motion can be moved at this stage and the budget itself is not put to vote immediately after the general discussion. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റുമേലുള്ള എല്ലാത്തര ക്വസ്റ്റ്യനുകളും അഡ്രസ് ചെയ്യാനുള്ളതാണ് ഈ ഡിസ്കഷൻ. എല്ലാത്തര കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പുതിയ പ്രമേയം പാസ്സാക്കാൻ ഈ ഡിസ്കഷനിൽ സാധിക്കില്ല. ഓക്കെ, ആ ഡിസ്കഷന് ശേഷം ഫിനാൻസ് മിനിസ്റ്റർ റൈറ്റ് ടു റീപ്ലൈ. ആ ഡിസ്കഷന് ശേഷം ആർക്ക്, ജനറൽ ഡിസ്കഷന് ശേഷം ഫിനാൻസ് മിനിസ്റ്റർക്ക് റീപ്ലൈ നൽകാനുള്ള അവകാശമുണ്ട്. നോട്ട് ടേക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. അസൈൻമെന്റ് ടു ഓഫീസേഴ്സ്. ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അണ്ടർ സെക്രട്ടറി ആർ അസൈൻഡ് ടു കവർ ദ ഡിസ്കഷൻ ഓൺ ദ ബജറ്റ് ആൻഡ് ഫിനാൻസ് ബിൽ ഇൻ ബോത്ത് ഹൗസസ്. ബോത്ത് ഹൗസസിൽ നടക്കുന്ന ബജറ്റ് ഫിനാൻസ് ബില്ലിന്മേലുള്ള ഡിസ്കഷനുകൾ നോട്ട് ചെയ്യണം. ദ റെക്കോർഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് റൈസ് ഡ്യൂറിംഗ് ദ ഡിസ്കഷൻ. ഡിസ്കഷനിൽ ഉയർത്തിയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് അവരെന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. Preparation of note and gist of point. These officers prepared a detailed note and submit them to their head of division department. ഇവരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഉണ്ടാക്കണം, അത് അവരുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അഡീഷണലി എ ഗിസ്റ്റ് ഓഫ് പോയിന്റ് പ്രിപ്പയർ ചെയ്യണം. ഡോക്യുമെന്റ് is prepared and submit to the finance minister promptly. Ensure that critical feedback is not deferred to the following day. Uploading of verbatim record. Verbatim record പറഞ്ഞാൽ വെർബൽ ആയിട്ടുള്ള റെക്കോർഡ് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യും. സെയിം ഡേ ഓരോ ദിവസവും ഡിസ്കഷന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. കട്ട് മോഷൻ. ഡിസ്കഷൻ ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാന്റ്. ഡിമാൻഡ് ഫോർ ഗ്രാന്റിനുള്ള ഡിസ്കഷൻ ആണ്. നമുക്ക് ഓരോ മിനിസ്ട്രിക്ക് ഉണ്ടാവും, ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവർക്ക് വേണ്ട ഫണ്ട്, ഗ്രാന്റ് വേണ്ട, അവർക്ക് ഇത്ര അഗ്രികൾച്ചർ ആവശ്യത്തിന് ഇത്ര വേണം, അതിന്റെ ഡിസ്കഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ ജനറൽ ഡിസ്കഷന് ശേഷമാണ് ലോകസഭയിൽ ഉണ്ടായിരിക്കുക. അതിന്റെ ടൈം ടേബിൾ ഓരോ മിനിസ്ട്രിക്കും വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ്. ടൈപ്സ് ഓഫ് കട്ട് മോഷൻ. കട്ട് മോഷൻ എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ക്യാൻ സീക്ക് എ റിഡക്ഷൻ ഇൻ ദ ഡിമാൻഡ് എമൗണ്ട്. ഡിമാൻഡ് എമൗണ്ട്
റിഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി മെമ്പേഴ്സിന് ആവശ്യപ്പെടാം. ബൈ മൂവിങ് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് കട്ട് മോഷൻ. 3 തരമാണ് കട്ട് മോഷൻ ഉള്ളത്. ഒന്ന് ഡിസപ്രൂവൽ ഓഫ് പോളിസി കട്ട്, ഏതെങ്കിലും പോളിസി കട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ദ ഡിമാൻഡ് ഫോർ ബി റെഡ്യൂസ്ഡ് ടു RS1, 1 രൂപ റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അത് സിംബലൈസ് ചെയ്യുന്നത് അണ്ടർലൈൻ പോളിസിയുടെ ഡിസപ്രൂവൽ ആണ്. ആ സമയത്ത് എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റീവ് പോളിസി പ്രപ്പോസ് ചെയ്യണം. രണ്ടാമത്തെ എക്കണോമിക് കട്ട്. എക്കണോമിക് കട്ട് എന്ന് പറയുമ്പോൾ സ്പെസിഫൈഡ് എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നതിന് എന്താ പറയുക, എക്കണോമിക് കട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത് സജസ്റ്റിംഗ് ഒമിഷൻ ഓർ റിഡക്ഷൻ ഒരു പർട്ടിക്കുലർ ഐറ്റം ഒഴിവാക്കുക, ഒമിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെമ്പർ സ്പീച്ച് ഈസ് കൺഫൈൻഡ് ടു എക്സ്പ്ലെയിൻ ഹൗ ദ റിഡക്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. എങ്ങനെയാണ് റിഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഈ സ്പീച്ചിൽ, മെമ്പേഴ്സിന്റെ സ്പീച്ചിലും. ഇനി ടോക്കൺ കട്ട് എന്ന് പറയുന്നത് ഡിമാൻഡ് ബി റെഡ്യൂസ്ഡ് ബൈ RS100. ഒരു ഇതിനെന്ത് ചെയ്യണം, ഹൈലൈറ്റ് എ സ്പെസിഫിക് ഗ്രീവൻസ് ഫാളിംഗ് അണ്ടർ ദ ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഗ്രീവൻസ് ഫാൾ ചെയ്യുമ്പോഴാണ് ഈ ടോക്കൺ കട്ട് ഉണ്ടായിരിക്കുക. പ്രിപ്പറേഷൻ ആൻഡ് റെസ്പോൺസ്. അഡ്വാൻസ് കോപ്പീസ് ഓഫ് കട്ട് മോഷൻ റിലേറ്റഡ് ടു ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആർ ഫോർവേഡ് ടു ഫിനാൻഷ്യൽ അഡ്വൈസർ ഫോർ ബ്രീഫ് പ്രിപ്പറേഷൻ ഫോർ ദ ഫിനാൻസ് മിനിസ്റ്റർ. അഡ്വാൻസ് കോപ്പി, കട്ട് മോഷന്റെ അഡ്വാൻസ് കോപ്പി മിനിസ്റ്റർ ഓഫ് ഫിനാൻസുമായി ബന്ധപ്പെട്ടത് എന്ത് ചെയ്യും, ഫോർവേഡ് ചെയ്യും ഫിനാൻസ് അഡ്വൈസർക്ക് ഫോർ ബ്രീഫ് പ്രിപ്പറേഷൻ ഫോർ ദ ഫിനാൻസ് മിനിസ്റ്റർക്കുള്ള ബ്രീഫ് പ്രിപ്പറേഷൻ. ടിപ്പിക്കലി ദ അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്റ്റർ കൺസേൺഡ് റെസ്പോണ്ട് ടു ദിസ് മോഷൻ. ഗിലോട്ടിൻ. എൻഡിങ് ദ ഡിബേറ്റ് എൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് അപ്ലിക്കേഷൻ ഓഫ് ഗിലോട്ടിൻ എന്ന് പറയുമ്പോൾ ഫിനാൻസ് ബില്ല് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗിലോട്ടിൻ എന്ന് പറയും. ഓൺ ദ ഫിനാൻഷ്യൽ ഫൈനൽ ഡേ ഓഫ് ഡിസ്കഷൻ ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ഉള്ള ഫൈനൽ ഡിസ്കഷൻ ദ സ്പീക്കർ അപ്ലൈസ് ദ ഗിലോട്ടിൻ പ്രോസസ്. അഡ്വൈസ് brings to end the debate by putting all outstanding demand for grant vote without further discussion. വോട്ടിനിടാൻ, ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് വോട്ടിനിടാൻ, ഫർദർ ഡിസ്കഷൻ ഇല്ലാതെ. It ensures that debate does not extend indefinitely ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല ഡിബേറ്റ്. That many demand are voted on expeditially. Procedure. When the time for the guillotine is reached, the speaker calls on the member or minister in attendance to resume their seat. അവരുടെ സീറ്റിൽ resume ചെയ്യാൻ പറയും. Any cut motion that have been moved are immediately put to the vote and disposed of. The Minister of Parliamentary Affairs ensure that ministers from the affected ministry department are present to address any question raised by members. ഈ സമയത്ത് മിനിസ്റ്റർ പാർലമെന്ററി അഫയേഴ്സ് ഏതെങ്കിലും ബന്ധപ്പെട്ട മിനിസ്റ്റർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മിനിസ്റ്റേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം, മെമ്പേഴ്സ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്രോപ്രിയേഷൻ ബിൽ, ലീഗൽ ആൻഡ് പ്രൊസീജിയർ ഫ്രെയിംവർക്ക്. ഇനി ഇതിൽ അവതരിപ്പിച്ച ബില്ലുകൾ ഉണ്ടാവും, അതിന്റെ അപ്രോപ്രിയേഷൻ ആണ് പറയുന്നത്. ലീഗൽ ആൻഡ് പ്രൊസീജിയർ ഫ്രെയിംവർക്ക്. കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ്. ആർട്ടിക്കിൾ 140 of the Constitution stated no money shall be withdrawn from the Consolidated Fund of India except under the appropriation made by law. പാർലമെന്റിന്റെ നിയമം ഇല്ലാതെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പാടില്ല. ആഫ്റ്റർ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ആർ വോട്ടഡ്, പാർലമെന്റിൽ വോട്ടിന് ഇട്ടല്ലോ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്, എന്നിട്ട് എന്ത് ചെയ്യും, പാസ് ഇൻ ദ ലോകസഭയിൽ പാസ് ചെയ്യും. അപ്രോപ്രിയേഷൻ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്. അതോടുകൂടി അപ്രോപ്രിയേഷൻ ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ദിസ് ബിൽ ഓതറൈസ് ദ പേയ്മെന്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് sums voted as well as those required to meet in charged expenditure from the consolidated fund for service during financial ഇയറിലേക്കുള്ള കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എത്ര രൂപയാണ് എടുക്കുന്നത് ഓരോ കാര്യങ്ങൾക്കുള്ളത്. അതാണ് അപ്രോപ്രിയേഷൻ ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെജിസ്ലേറ്റീവ് പ്രോസസ്. വൺ കൺസിഡേർഡ് ആൻഡ് പാസ്ഡ് ബൈ ദ ലോക്സഭ പാസ് ചെയ്ത അപ്രോപ്രിയേഷൻ ബിൽ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ രാജ്യസഭയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും ഫോർ കൺസിഡറേഷൻ ആൻഡ് റിട്ടേൺ. അവിടെ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടി റിട്ടേൺ. ദ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ് വിത്ത് ദ പ്രിയർ അപ്രൂവൽ ഓഫ് ദ പ്രസിഡന്റ്. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുക പ്രസിഡന്റിന്റെ പ്രിയർ അപ്രൂവൽ. For its introduction, consideration and passage on the same day, special permission must be obtained from the speaker. Speaker special permission obtained ചെയ്യണം. Scope of debate. The debate on the appropriation bill is limited. Appropriation bill ഉള്ള debate limited. It focus only on important administrative matters or policy not previously discussed ചെയ്യാത്ത important administrative matters discuss ചെയ്യാം during the debate on demand for grants. ഇനി finance bill, introduction and passage. Initiation. The finance bill is introduced by the finance minister immediately after the presentation of annual financial statement in the Lok Sabha. ലോകസഭയിലെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിനാൻസ് ബിൽ എന്ത് ചെയ്യണം, ഫിനാൻസ് മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ക്ലാസിഫൈഡ് ആസ് എ മണി ബിൽ, ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ അണ്ടർ ദ ക്ലോഷർ 1 ഓഫ് ആർട്ടിക്കിൾ 117. ആർട്ടിക്കിൾ 117 ക്ലോസ് 1 പ്രകാരം പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം മണി ബിൽ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പ്രൊസീജിയർ ഇൻ ദ രാജ്യസഭ. Once passed ലോകസഭയിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ the finance bill follows same procedure രാജ്യസഭ as other money bill. മറ്റു മണി ബില്ലിനെ കൂടെ തന്നെ രാജ്യസഭയിൽ എന്ത് ചെയ്യണം, സെയിം പ്രൊസീജിയർ ഫിനാൻസ് ബില്ലുമായി. Confidentiality. As the finance bill is secret bill, its copies are not circulated to members 2 days in advance. 2 ദിവസം മുന്നോടിയായിട്ട് സർക്കുലേറ്റ് ചെയ്യില്ല. In accordance direction of 19 of direction of
by speaker. Irreversibility and timeline. The introduction of the finance bill cannot be opposed. Introduce the finance bill cannot be opposed under the Provisional Collection of Tax Act 1931. The bill must be passed by both houses and receive President assent within 75 days of its introduction. പാർലമെന്റിൽ ബോത്ത് ഹൗസിൽ പാസ് ചെയ്തതിനു ശേഷം receive the president assent, പ്രസിഡന്റിന്റെ അപ്രൂവൽ കിട്ടണം within 75 days of its introduction. Provision relating to customs and central excise duty become effectively immediately upon expiry of the day of the bill. Introduction by virtue of declaration under the same act, with such provision remaining for 75 days until the bill is enacted. Bill enacted 75 ദിവസം കൊണ്ടാണ് ഇത് പാസ്സായി പ്രൊവിഷൻ ആയിട്ട് വരേണ്ടത്. Sequencing of bill. While more than one finance bill can be introduced in year, ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ finance bill ഉണ്ടെങ്കിൽ any supplementary finance bill containing taxation proposal must be preceded by relevant demand for grant and connected appropriation bill. അപ്പോൾ എന്ത് ചെയ്യണം? സപ്ലിമെന്ററി ഫിനാൻസ് ബില്ല് ഉണ്ടായിരിക്കണം, അതിൽ എന്തായിരിക്കണം? ടാക്സേഷൻ പ്രപ്പോസൽ ഉണ്ടായിരിക്കണം, must be preceded by relevant demand for grant, connected appropriation following the constitution sequence outlined Article 112 to Article 115. Vote on account. Interior funding provision. Constitutional empowerment. A provision in the constitution empower to the Lok Sabha to make advance grant for estimated expenditure for a part of the financial year pending completion of full budget voting process. This advance grant is known as vote on account. Vote on account എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ലോകസഭയിൽ അഡ്വാൻസ് ഗ്രാന്റ് ഫോർ എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ ദ പാർട്ട് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചറിൽ അഡ്വാൻസ് ഗ്രാന്റ് ചെയ്യുന്നതിന് എന്താ പറയാം? വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയാം. കൺവെൻഷൻ. ദ വോട്ട് ഓൺ അക്കൗണ്ട് ഇസ് ജനറലി ട്രീറ്റഡ് ഫോർമൽ അഫയർ ആണ്. ഈസ് പാസ്ഡ് ബൈ ലോകസഭ എൻഷുർ ദാറ്റ് ഗവൺമെന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂ വിത്തൗട്ട് ഇന്ററപ്ഷൻ. ഗവൺമെന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇലക്ഷൻ ഇയർ സിനാരിയോ. When the budget cycle advance toward the end of the February in the election year, the vote on account is presented as part of interim budget. Interim budget എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുന്നേ ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ഇന്റീരിയം ബഡ്ജറ്റ്, thereby keeping the government functioning while the full budgetary process is completion. പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതാണ് ബജറ്റിന്റെ പാർലമെന്റിലെ നടപടിക്രമങ്ങൾ പറയുമ്പോൾ ആദ്യം ബജറ്റ് എന്ത് ചെയ്യും? പാർലമെന്റിൽ പ്രസന്റ് ഫിനാൻസ് മിനിസ്റ്റർ പ്രസന്റ് ചെയ്യും. അതെന്ത് ചെയ്യും? രാജ്യസഭയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ജനറൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യും? ആ ഡിസ്കഷനിൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള സമയം ഉണ്ടായിരിക്കും. അതിനുശേഷം ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യും? അതിന് റീപ്ലൈ നൽകും. അതിന്റെ കൂടെ തന്നെ ഈ ഡിസ്കഷന്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും അതിന്റെ ഓഫീസേഴ്സ് എഴുതിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കട്ട് മോഷൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഫണ്ട് ഇതാക്കണോ എന്നുള്ള പുറത്ത് റെഡ്യൂസ് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചുള്ള കട്ട് മോഷൻ ഉണ്ടായിരിക്കും. ഗിലോട്ട് ഉണ്ടായിരിക്കും. ഡിബേറ്റിന് ശേഷം ഫിനാൻസ് ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഗിലോട്ട്. ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് പാസ്സായതിന് പിന്നെ അങ്ങനെ പാസ്സായി വന്നു കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ ബില്ലായിട്ട് മാറി കഴിഞ്ഞു. പിന്നെ ഫിനാൻസ് ബില്ല് ഉണ്ടായിരിക്കും. അത് പാർലമെന്റിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് ശേഷം പാർലമെന്റിൽ പ്രസന്റ് ചെയ്യേണ്ടതാണ് ഫിനാൻസ് ബില്ല്. അതിൽ ഓരോ ഫണ്ടിനെ കുറിച്ചും അതിൽ വളരെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. പിന്നെ വോട്ട് ഓൺ അക്കൗണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഈ എത്രയാണ് നമ്മൾ ഒരു ബജറ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ ആണ്. അത് ഗ്രാന്റ് അഡ്വാൻസ് ആയിട്ട് ഇതാക്കുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെന്റ് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് വോട്ട് ഓൺ അക്കൗണ്ട്. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.